ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശൂറ ദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുഹറമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഹറം മാസത്തിലെ ആശൂറയെ കുറിച്ച് പറയേണ്ടി വരും. ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിനെ സംബന്ധിച്ച് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം അള്ളാഹുവുമായി ബന്ധിതമാണ്. മുഹറം മാസത്തിന് അത് അർഹിക്കുന്ന മൂല്യം നൽകേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിലെ യൗമുൽ ആശൂറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ ദിനത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധന വ്രത അനുഷ്ഠിക്കുക എന്നതാണ്. അല്ലെങ്കിൽ വളരെയധികം ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, പരിഭാഷയോടൊപ്പം നഫിൽ നമസ്കാരം നിർത്തുക. ഈ ദിവസം വളരെ പ്രാധാന്യമറിയിക്കുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിവരങ്ങളായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്, ഒന്ന്, ആദം അലൈഹിസ്സലാം അല്ലാഹു തആല ഇസ്തിഗ്ഫാർ സ്വീകരിച്ചത് യൗമു ആശൂറ ദിനത്തിലാണ് എന്ന് വിശ്വസനീയമായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ മുഹറം 10 മൂസ അലൈഹിസ്സലാമിന് ഫറോവയുടെ മേൽ വിജയം ഉണ്ടായത്. അങ്ങനെ വളരെ സുപ്രധാനമായ പല സംഭവങ്ങളും മുഹറം മാസം 10 ഉണ്ടായതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് വ്രതാനുഷ്ഠാനം തന്നെയാണ്. കാരണം അല്ലാഹു തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് വ്രതാനുഷ്ഠാനത്തെയാണ്. അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി. വ്രതം എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നത് എന്ന് സവിശേഷമായി പറയപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വ്രതാനുഷ്ഠാനവും നഫിൽ നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും ഇസ്തിഗ്ഫാറും ആയിട്ട് ഈ മുഹറം മാസം 9, 10 നമുക്ക് അള്ളാഹുവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവരും അതിന് പ്രത്യേകമായി പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ്. ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു തആലയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കർമ്മത്തിൽ ഏർപ്പെടുക. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.